സ്കൂളിലെ കൃഷി സംബന്ധമായിട്ടുള്ള ഏത് കാര്യത്തിനും അനുഗ്രഹം മുന്നിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്ന് കൃഷിയിടം കണ്ടപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഒരു മുതിർന്ന കർഷക ചെയ്യുന്ന അത്രയും തന്നെ കുട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അനുഗ്രഹം അറിയപ്പെടുന്നത് കുട്ടി കർഷകയായിട്ടാണെങ്കിൽ പോലും വിദഗ്ധരുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടി ചെയ്യുന്നത്. പ്രത്യേകിച്ച് തണ്ണിമത്തൻ്റെ എല്ലാവിധ കാര്യങ്ങളും നടാൻ എങ്ങനെയാണ്, അതിൻ്റെ വളം എങ്ങനെയാണ്, അങ്ങനെ വിവിധ തരത്തിലുള്ള തണ്ണിമത്തൻ്റെ പരിചരണങ്ങളെല്ലാം അനുഗ്രഹിക്കറിയാം. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു കുട്ടിയെ നമ്മുടെ സ്കൂളിൽ ലഭിച്ചതിൽ. നമ്മുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹിക്കുന്നുണ്ടാവും. വലുതാവുമ്പോൾ നല്ലൊരു കൃഷി വിദഗ്ധയായിട്ട്, ഒരു കൃഷി ശാസ്ത്രജ്ഞയായിട്ട് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ വർഷം ചിങ്ങം 1 കർഷക ദിനത്തിൽ നമ്മുടെ കോതമംഗലം മുനിസിപ്പാലിറ്റി ഇവളെ വിദ്യാർത്ഥി കർഷകയായിട്ട് ആദരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നാടിന് തന്നെ ഒരു വലിയ നേട്ടമാണ്. എല്ലാവർക്കും മാതൃക തന്നെയാണ്. സ്കൂളിനും നാടിനും എല്ലാം അനുഗ്രഹയുടെ ഈ പ്രവർത്തനം എല്ലാവർക്കും പ്രചോദനമായി തീരുകയാണ്. ഞാൻ ഏകദേശം 10 വർഷം സൗദി സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവളെ ഡെലിവറി ആയത് സമയത്ത് ഞാൻ തനിച്ചായിരുന്നു. എന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാർക്ക് എന്ത് നമുക്ക് ഉപകാരം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച ശേഷം ഞാൻ അവിടെ ഒരു കുറച്ച് സ്ഥലം കണ്ടെത്തി. അവിടെ കൃഷികൾ ചെയ്തു തുടങ്ങി. നാട്ടിൽ നിന്നും വിത്തുകൾ കൊണ്ടുപോയി ഏകദേശം 9 തരം പച്ചക്കറികൾ ഞാൻ നട്ട് അവർക്ക് എനിക്ക് ചെയ്ത ഉപകാരത്തിന് നന്ദിയായിട്ട് ഞാൻ പോരുന്നിടം വരെ അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു. പയറ്, വെള്ളരി, ചീര, ഇങ്ങനെ വിവിധ ഇനം ഏകദേശം 9 ഇനം പച്ചക്കറികൾ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. കൊച്ചുങ്ങൾ 2 പേരുണ്ട്. ഇവർ 2 പേരും ചെറുപ്പത്തിൽ തൊട്ട് ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കിന് അവരും വന്നിരിക്കും ചാക്കിൽ. അപ്പം ഞങ്ങൾ ചെയ്യുന്ന കണ്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് അവരും തുടങ്ങി. വെള്ളം ഒഴിച്ചു തുടങ്ങി, പിന്നെ വളമിട്ട് തുടങ്ങി. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്ക് വന്ന് ഇപ്പം അവൾ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അവർ തണ്ണിമത്തൻ കാണാനായിട്ട് വന്നപ്പോൾ ആണ് ഈ പിള്ളേർ ചെയ്യുന്നത് അവർ കണ്ട് അത്ഭുതപ്പെട്ട് നമ്മുടെ കൃഷി ഓഫീസർമാരായ എൽദോസ് സാറും ഷിബിമാടും ആ സമയത്തുണ്ടായിരുന്നു. അവർ 2 പേരും വന്നു. അവർ അത്ഭുതപ്പെട്ടു. ഞങ്ങൾക്ക് അത് കർഷക അവാർഡ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയുമില്ലായിരുന്നെങ്കിലും അവസാനം ഇവൾക്ക് തന്നെ, കാരണം ഇതിലും മികച്ചതായിട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ചിങ്ങം 1 തലേദിവസം തന്നെ വിളിച്ചു പറഞ്ഞു ആരാധ്യ അനുഗ്രഹയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ കർഷക അവാർഡിന്. അങ്ങനെ അവൾക്ക് കർഷക അവാർഡ് കിട്ടും. അതിൽ ഒത്തിരിയധികം ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. പിന്നീടാണ് സ്കൂളിലേക്ക് ഈ ഫോട്ടോ കണ്ടാണ് അവർ സ്കൂളുകാരറിയുന്നത്. കാരണം ഞങ്ങളങ്ങനെ പ്രസക്തി കൊടുത്തിരുന്നില്ല. കാരണം ഞങ്ങളുടെ സാധനങ്ങൾ പരിമിതമാണ്. അതങ്ങനെ വിൽക്കാനായിട്ട് തികയുന്നില്ലാത്തതുകൊണ്ടാണ് കഴിവതും നമ്മൾ പരസ്യം കൊടുക്കാതിരിക്കുന്നത്. കുറച്ച് അറിയാവുന്ന ആൾക്കാർ മാത്രമാണ് ഇത് മേടിച്ചുകൊണ്ട് പോകാറ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേക്കും. അതിനുശേഷം പ്രഭാത കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ നേരെ 1 മണിക്കൂർ നേരത്തേക്ക് പാടത്തേക്ക് വരും. കൃഷികളൊക്കെ സ്നേഹിച്ച് അവർക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് വളം ഇടാനൊക്കെ വളമൊക്കെ ഇട്ട് അതിനെ സംരക്ഷിച്ച് വല്ല പുഴുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി. പിന്നെ ഞാൻ എല്ലാ ദിവസവും വൈകിട്ടും വരും. ഒരു അരമണിക്കൂർ നേരത്തേക്കൊക്കെ വൈകിട്ട് വന്നിട്ട് പിന്നെ എനിക്ക് ട്യൂഷന് പോകാനുള്ളതുകൊണ്ട് അതിന് പോവും. പിന്നെ മെയിനായിട്ട് നമ്മളിവിടെ കൃഷി ചെയ്യണത് തണ്ണിമത്തനുണ്ട്, ചീരയുണ്ട്, പയറുണ്ട്, കോവക്കയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്. അങ്ങനെയുള്ള പലതരം കൃഷികളൊക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ചെറുപ്പം മുതലേ എനിക്ക് കൃഷിയോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അച്ഛയമ്മ എന്നെ കൃഷി ചെയ്യുന്നിടത്തേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തു. അപ്പോൾ ഇടയ്ക്ക് ഞാനും പോയി സഹായിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ തന്നെ നടാൻ ശ്രമിച്ചു. അങ്ങനെ തന്നെ ഓരോന്ന് നടാൻ പറ്റി. എന്നെ സഹായിക്കാനായിട്ട് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അനിയത്തിയുണ്ട്. അനിയത്തി വെള്ളം കോരി തരും, ഞാൻ കൊണ്ട് ഒഴിക്കും. അച്ഛനും വളമൊക്കെ എടുത്ത് തരും, അതുകൊണ്ട് ഒഴിക്കും. പിന്നെ നമ്മൾ വേപ്പ് പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒരു രാത്രി വെക്കും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും അതൊക്കെ മറ്റേ സാധനങ്ങളൊക്കെ വലുതായി നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കും. എല്ലാവരും ഈ ഒരു രംഗത്തേക്ക് വരണം. എല്ലാ കുട്ടികളും ഒരു രംഗത്തേക്ക് വരണം. എല്ലാവരും നല്ല രീതിയിൽ കൃഷിയൊക്കെ ചെയ്യണം. നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളെങ്കിലും നമ്മൾ കൃഷി ചെയ്യണം. വെളിയിൽ നിന്ന് വാങ്ങിച്ചാൽ അതൊക്കെ നിറച്ച് വിഷമായിരിക്കും. നമ്മൾ തന്നെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിന്നാനൊരു സമൃദ്ധി കാണും. പിന്നെ വിഷമില്ലാത്തതുകൊണ്ട് നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കും.